ഇതൊരു മതിൽ ചാട്ടത്തിൻ്റെ കഥയാണ്. തെറ്റിദ്ധരിക്കേണ്ട. മിച്ചഭൂമി സമരത്തിന് കൊട്ടാരം മതിൽ ചാടിക്കടന്നതാണ്. ഈ മതിൽ ചാടിയ ആൾക്ക് അന്ന് 70 വയസ്സുണ്ടായിരുന്നു. AKG എന്ന് ജനങ്ങൾ വിളിച്ചിരുന്ന ആയില്യത്ത് കുറ്റ്യേരി ഗോപാലൻ. 972 സംഭവം. C. അച്യുതമേനോനാണ് മുഖ്യമന്ത്രി. K. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയും. മിച്ചഭൂമി സമരം നടക്കുന്ന കാലം. തിരുവനന്തപുരത്തെ മുടവൻമുകൾ കൊട്ടാരവളപ്പിനുള്ളിലെ മിച്ചഭൂമി പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് AKGയും സഖാക്കളും. കൊട്ടാരത്തിൻ്റെ കവാടത്തിൽ സായുധ പോലീസ് കാവലുണ്ട്, ഇടിവണ്ടികളുമായി. ആയിരക്കണക്കിന് ആളുകൾ 27 സന്നദ്ധ ഭടന്മാരെയും കൊണ്ടുവരികയാണ്. വാതിൽക്കൽ വെച്ച് AKGയെയും സമരഭടന്മാരെയും അറസ്റ്റ് ചെയ്യാനായിരുന്നു പരിപാടി. AKG നേരെ മതിലിൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. നൊടിയിടയിൽ AKG മതിൽ ചാടി കൊട്ടാരവളപ്പിലേക്ക് കടന്നു. സമരഭടന്മാർ പിന്നാലെ ചാടി. കൊട്ടാരവളപ്പിൽ കുത്തിയിരുന്ന സമരഭടന്മാർ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഈ ഭൂമി പിടിച്ചെടുത്തിരിക്കുന്നു. പുറത്ത് അണികളുടെ ഉച്ചത്തിലുള്ള മുദ്രാവാക്യം വിളി. ഇതുപോലൊരു നാറിയ ഭരണം കേരള മക്കൾ കണ്ടിട്ടില്ല. പോലീസ് കൊട്ടാരത്തിനകത്തേക്കും പുറത്തേക്കും നെട്ടോട്ടമായി. അറസ്റ്റിന് വഴങ്ങാത്ത AKGയെ ബലം പ്രയോഗിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. AKGയെ അന്ന് തന്നെ ജാമ്യത്തിൽ വിട്ടെങ്കിലും മറ്റുള്ളവരെ വിടാതെ താൻ പോകുന്നില്ലെന്നായി AKG. അങ്ങനെ AKG ഉൾപ്പെടെ എല്ലാവരെയും 10 ദിവസം ജയിലിലേക്ക് അയച്ചു. ഈ നിശ്ചയദാർഢ്യവും പോരാട്ട വീര്യവുമാണ് AKGയെ പാവങ്ങളുടെ പടത്തലവനായി ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിപ്പിക്കുന്നത്.